യുഎഇയിൽ ജീവിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ 2025 മുതൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരും. ട്രാഫിക് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള പൊതുസേവനങ്ങളിൽ അടുത്ത വർഷം മുതൽ ഫീസ് ഉയർത്താൻ തീരുമാനിച്ചതാണ് ജീവിത ചിലവ് വർദ്ധിപ്പിക്കുന്നത്. പാർക്കിംഗ് ഫീസ്, ടോൾ, സ്വീവേജ് താരിഫ് എന്നിവയിലാണ് വർധനവ്. 10 വർഷത്തിനു ശേഷമാണ് പാർക്കിംഗ് ഫീസിലെ വർധനവ് എന്നതാണ് ശ്രദ്ധേയം. നിരക്ക് വർധനവോടെ തിരക്കേറിയ സമയങ്ങളിൽ ദുബായിലെ പ്രീമിയം പാർക്കിംഗ് ഏരിയകളിലെ ഫീ മണിക്കൂറിന് 6 ദിർഹമായിരിക്കും. രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാണ് 6 ദിർഹം. രാവിലെ 10 മുതൽ 4 വരെയും വൈകിട്ട് 8 മുതൽ 10 വരെ മണിക്കൂറിന് 4 ദിർഹം നൽകിയാൽ മതിയാകും. അതേസമയം സ്റ്റാൻഡേർഡ് പാർക്കിംഗ് സ്പേയിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 10 വരെയും 4 ദിർഹമാണ് നിരക്ക്. വലിയ ഇവന്റുകൾ നടക്കുന്ന മേഖലകളിലെ പാർക്കിംഗ് സോണുകളിൽ മണിക്കൂറിന് 25 ദിർഹവും ഈടാക്കും. മെട്രോ സ്റ്റേഷന്റെ 500 മീറ്റർ പരിധി, മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി സോൺ എന്നിവിടങ്ങളിലും മണിക്കൂറിന് 6 ദിർഹം ഫീസ് നൽകണം. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ പോലുള്ള പ്രധാന പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിലായിരിക്കും മണിക്കൂറിന് 25 ദിർഹം പാർക്കിംഗ് ഫീസ്. നിരക്ക് വർധനവ് 2025 ഫെബ്രുവരി മുതൽ പ്രാബല്യത്തിൽ വരും. സാലിക് ടോൾ പ്ലാസകളിലും അടുത്ത വർഷം മുതൽ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരുന്നുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ 6 ദിർഹമായിരിക്കും ടോളായി ഈടാക്കുക. അതായത് രാവിലെ 6 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാണ് ഉയർന്ന നിരക്ക് നൽകേണ്ടത്. രാവിലെ 10 മുതൽ 4 വരെയും 8 മുതൽ പുലർച്ചെ 1 മണി വരെയും 4 ദിർഹമായിരിക്കും ചാർജ്. എന്നാൽ പൊതു അവധി, പ്രധാന പരിപാടികൾ നടക്കുന്ന ദിവസങ്ങളിൽ 6 ദിർഹം തന്നെ നൽകേണ്ടി വരും. എന്നാൽ രാത്രി 1 മുതൽ പുലർച്ചെ 6 വരെ യാതൊരു ഫീസും നൽകാതെ ടോൾ പ്ലാസ വഴി ഫ്രീ ആയി സഞ്ചരിക്കാം. അടുത്ത 3 വർഷത്തിനുള്ളിൽ ദുബായിലെ താമസക്കാരും സ്ഥാപനങ്ങളും ഉയർന്ന നിരക്കിലുള്ള സ്വീവേജ് താരിഫ് നൽകേണ്ടി വരും. നിലവിൽ പൈസ അടക്കുന്നവർക്കായിരിക്കും നിരക്ക് വർധനവ് ബാധകമാവുക. 2025 ഒരു ഗാലന് 1.5 ഫീൽസ്, 2026 2 ഫീൽസ്, 2027 2.8 ഫീൽസ് എന്നിങ്ങനെയായിരിക്കും വർധനവ്.